നിങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് ഒരാളോട് കൂടെ അഭിപ്രായം ചോദിക്കാനുണ്ട്. ജിന്ന ചേട്ടാ, വീഡിയോ കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് അറിയാം. കാരണം മനസ്സ് നിറഞ്ഞായിരുന്നു ജിന്ന ചേട്ടൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നത്. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് വിന്നറായ ജിന്ന ചേട്ടൻ എന്താണ് സംസാരിക്കാനുള്ളത്? ഇപ്പൊ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. ആരാണ് വിന്നർ ആവുക എന്ന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ എന്താണ് പറയാനുള്ളത്? എല്ലാരും അങ്ങനെയല്ലേ, നമ്മൾ ആര് വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ ആര് വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ എല്ലാവരും ആരെങ്കിലും പേര് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. ആരുടെ പേരാണ് ഉറപ്പിൽ കേൾക്കണമെന്ന് അറിയാലോ? എല്ലാവരും അക്ബർക്ക് ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും അക്ബർക്ക് ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെല്ലാവരും ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ബിഗ് ബോസിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നല്ലതാണ്. അതായത് നന്നായിട്ട് കളി പഠിച്ചിട്ട് എന്ത് പറയാ, ഈ ദൈവം എല്ലാവർക്കും എല്ലാ ബുദ്ധിയും കൊടുക്കും ഇല്ലേ? എല്ലാ ബുദ്ധി എല്ലാവരും കൊടുക്കൂലേ? ആ ബുദ്ധി ഏത് ബുദ്ധി എടുത്ത് പ്രയോഗിക്കുന്നത് നമ്മളെ തീരുമാനിക്കണം. എവിടെ ഏത് ബുദ്ധി എടുത്ത് തീരുമാനിക്കുന്നത്? മണ്ടനാണെന്ന് മണ്ടനാവണം, നല്ല ബുദ്ധിമാനാണെന്ന് ബുദ്ധിമാനാവണം, അല്ലാതെ ഹീറോണെടുത്ത് ഹീറോ ആവണം. അല്ലാതെ ഒന്നും എപ്പോഴും ഒരു ലെവലിൽ നിന്നിട്ട് നിങ്ങൾ വിൻ ചെയ്യാൻ വിചാരിക്കുന്ന നടക്കില്ല. നമ്മുടെ സുഹൃത്ത് പോകുന്നുണ്ട്, സ്റ്റേജിൽ നിൽക്കണം. അതായത് വേണ്ടല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിഗ് ബോസിൽ ആര് വിൻ ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ആരാണെന്ന് പറയുമോ? അതായത് ഇപ്പൊ ഉള്ള ഫൈനലിസ്റ്റ് അല്ലേ, അതായത് ശരിക്കും അവിടെ ചെന്ന് കയറിയേക്കണ ഈ എല്ലാവരും. ഈ തവണ എത്ര പേര് അവിടെ കയറിയായിരുന്നു? അപ്പനി എത്ര പേരുണ്ടായിരുന്നു? അപ്പനി 24 പേരാണ്. ഈ 24 പേരും വിന്നറാണ് എന്റെ അഭിപ്രായത്തില്. എന്റെ മനസ്സിൽ ആ 24 പേരും വിന്നറാണ്. എന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്ത് ഏഷ്യനെറ്റ് ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ടു നേർത്തിട്ടുണ്ടെങ്കിൽ ആ 24 പേരും വിന്നറാണ്. പക്ഷെ അവരുടെ ഓരോ സാഹചര്യങ്ങൾക്ക് അവർ കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓരോ പ്രശ്നം കൊണ്ട് അവർ കളിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ആയിരിക്കും. പിന്നെ ഒരു PR കൊണ്ടൊന്നും ഇവിടെ ആരും ജയിക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നണം കേട്ടോ. കാരണം PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ നമ്മുടെ PR ആരെന്നറിയോ? ഇതേ നിൽക്കുന്ന മീഡിയാസ്. ഈ നിൽക്കുന്ന മീഡിയാസാണ് നമ്മുടെ PR. ഉറപ്പ്. കാരണം നമ്മൾ അവിടെ ഇടുന്ന കണ്ടന്റ്, അത് അവിടെ ആരൊക്കെ എന്തൊക്കെ കളിക്കണം, ആ കളിക്കണ കണ്ടന്റ് ബിഗ് ബോസ് പുറത്തിട്ടെങ്കിൽ പോലും ഇവര് ലൈവിൽ കയറി എടുത്ത് പുറത്തിടും. അപ്പൊ ആരാ PR? നമ്മള് ഇവർക്ക് ഒരു പണിയില്ലാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടോ? സോറി, ആൾക്കാർ പറയാറുണ്ട്. ഒരു പണിയില്ലാന്ന് പറഞ്ഞ് നടക്കാറുണ്ട് ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയില്ല, ഇവരുടെ ഓരോ പണി കൊണ്ടാണ് ഈ നിൽക്കുന്ന ഓരോരുത്തരോട് നിൽക്കുന്നത്. ഞാൻ 100 തവണ പറയണം. അതായത് ഈ ഓരോരുത്തരും ഇവിടെ നിൽക്കരുത്, ഈ നിൽക്കുന്ന ഓരോ മീഡിയാസിന്റെ പണി കൊണ്ടാണ്. അല്ലാതെ ആരും ഇതുപോലെ ഒരു PR ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ആരും വിൻ ചെയ്യില്ല. കാരണം അവര് അവിടെ കളിച്ച് അവർക്ക് കണ്ടന്റ് ഇടാനുള്ള സാധനം അവിടെ ഉണ്ടെങ്കിൽ മാത്രം ഇവർക്ക് എടുത്തുള്ള സാധനം കിട്ടും. നമ്മുടെ സമയപരിമിതി മൂലം നമുക്ക് ഈ ഒരു സെഷൻസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ഞാൻ പറയും, അത് കുഴപ്പം. നമുക്ക് സമയം എടുത്ത് കൈപിടിക്കരുത്. നമുക്ക് പറയാനുള്ളത് പറയും. അങ്ങനെ സമയം നോക്കിയിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമ്മുടെ സമയം, നമുക്ക് സമയത്തിന് വിലയുണ്ട്. നിങ്ങളുടെ സമയത്തിന് പോലെ നമുക്ക് സമയത്തിന് വിലയുണ്ട് ഇല്ലേ? നിങ്ങളുടെ സമയത്തിന് വിലയാണെങ്കിൽ നമ്മുടെ സമയത്തിന് വിലയുണ്ട്. നിങ്ങളുടെ സമയം എടുത്ത് കൈപിടിച്ചിട്ടല്ലേ അവിടെ അങ്ങനെ? അല്ല, പിന്നെ ആരുടെ സമയത്തിന് അങ്ങനെ? ഇവരുടെ സമയം നോക്കി ഞാൻ അങ്ങനെ. നിങ്ങളെ ക്ഷണിച്ച് ഞാൻ വന്നു. അപ്പൊ എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ വീട്ടിൽ പോകും. ഇവരിക്കുന്ന ഓരോരുത്തർക്ക് സമയമുണ്ട് ഇല്ലേ? പിന്നെ അത് അക്കരുടെ നമ്മുടെ ഡാൻസ് പെർഫോമൻസ് കണ്ടു, അടിപൊളിയായിരുന്നു. അത് കൂടെ ചെയ്തിരുന്ന ആൾക്കാരല്ലേ ആ കുട്ടി അല്ലെ? ഞാൻ നേരത്തെ മുതൽ അറിയണം. ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ആ നായികയായിട്ട് ചെയ്ത കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലല്ലോ. കുഞ്ഞു കുട്ടിയായിരുന്നു. സ്റ്റേജിലേക്കോ? come on stage, please come on stage, come on please come on stage. ആ കുട്ടിയാണ് ഈ പറഞ്ഞത് ഇതിനകത്ത് നായികയായിട്ട് ചെയ്തത്.
So heartily welcome, very beautiful, the talented Harshada onto the dais. Welcome Harshada. Hi, welcome. Hi, welcome. Come on. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ കുറെ നല്ല മൂവി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കുട്ടിയുടെ ഇന്റർവ്യൂ എടുത്താൽ മതി, അപ്പൊ മനസ്സിലാവും. അത് അത്രയും നല്ല മൂവികളുടെ ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടിയോട് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് വിന്നറായതല്ല, മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞ ബിഗ് ബോസിൽ പോയി ഒരു വിന്നറായെന്ന് വെച്ചാൽ ആരും ഒന്നും ആവൂല. ഞങ്ങളെല്ലാവരും ഒരു ചാൻസ് തന്നുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏഷ്യന്റെ ചാൻസ്, ആ ചാൻസ് ഉപയോഗിക്കാൻ പഠിക്കുന്നവര് കയറിപ്പോവും. അല്ലാത്തവരൊക്കെ എങ്ങനെ കിടക്കും കേട്ടോ. അപ്പൊ അക്ബർ പിന്നെ ഇവറ്റെ ഞാൻ ആശംസകൾ നേരുന്നു. കാരണം നല്ല പെർഫോം ചെയ്ത നമ്മുടെ കുട്ടിക്ക് കൊടുക്കണം. കുട്ടി കഴിഞ്ഞ പറഞ്ഞൊക്കെ ഒന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന്. ഞാൻ ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആദ്യം ചെയ്തത്. സൈലന്റ് റെയിൻ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിനെനിക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ അവാർഡ് കിട്ടി. പിന്നെ നൊമ്പരക്കൂട് എന്നൊരു ഫിലിം ചെയ്തു, ഒരു ഓഫ് ബീറ്റ് മൂവിയാണ്. അതിന് ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. അപ്പം ഐ എം റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് മൈ ദിവാനെ. താങ്ക് യു സോ മച്ച്. അതാണ് സൈലന്റ് റെയിൻ. അതെ. ഓക്കെ, അപ്പൊ എന്റെ സമയം കഴിഞ്ഞു. എന്തായാലും ഞാൻ മൈക്ക് കഴിഞ്ഞാണ്. എന്റെ സമയം എന്താണ് ഞാൻ തീരുമാനിക്കുന്നത്, ഇവരല്ല. അതുകൊണ്ടാണ് സോറി. Alright, so thank you so much. And അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ജിന്ന ചേട്ടനോട് ഏറെ സ്നേഹപൂർവ്വം ഏറ്റവും സന്തോഷപൂർവ്വം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ റോബിൻ ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. റോബിൻ ചേട്ടാ, അക്ബർ ഖാന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുണ്ട്. കാരണം ബിഗ് ബോസിൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ ഒരു പവർ, ആ ഒരു ഓഡിയൻസ് സപ്പോർട്ട് ഇന്നേ വരെ ഇതേപോലെ നമ്മൾ എല്ലാവരും ആകർഷിച്ചിട്ടില്ല. ആകർഷിച്ചിട്ടുണ്ട് ബേസിക്കലി. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? അക്ബർ ഖാന്റെ പെർഫോമൻസ് ആണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അക്ബർ ഖാന്റെ പെർഫോമൻസിനെ പറ്റി 2 വാക്ക് സംസാരിക്കാമോ? ബിഗ് ബോസിലെ സോ അക്ബറിന്റെ റീൽസ് ആണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പാനെ ഔട്ട് ആവുന്ന സമയത്ത് അക്ബർ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര പവർഫുൾ ആയിട്ട്, പിന്നെ അത് ആ ഒരു ഇമോഷൻ ഇൻ ഡെപ്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് തോന്നിയതാണ്. പിന്നെ പോകുന്ന ടൈമിലാണെങ്കിലും, അസ്താന് പോകുന്ന ടൈമിലാണെങ്കിലും അധികം ആ കുട്ടീനെ പ്രൊവോക്ക് ചെയ്യാതെ പോട്ടെ എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി നന്നായിട്ട് തോന്നി. അത് കാരണം വേണമെങ്കിൽ തിരിച്ച് കളിയാക്കാറുണ്ട്, പക്ഷെ അത് ചെയ്യാതെ ഇവൻ ആരും ചെയ്യുന്ന ടൈമിൽ വേണ്ട എന്ന് പറഞ്ഞില്ലേ. സോ ഇറ്റ്സ് ലൈക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. സോ നല്ലൊരു മനുഷ്യനായിട്ട് എപ്പോഴും ഇരിക്കട്ടെ ഇതേപോലെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ആൻഡ് അക്ബറിനെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷം കാണും. ആൻഡ് വൈഫ് ലൈക്ക് എന്താ പറയാ, ഹീസ് മേക്കിംഗ് യു പ്രൗഡ് ആക്കുന്നുണ്ട്. സോ നന്നായിരിക്കട്ടെ. താങ്ക് യു. Alright, so thank you so much. ഇന്നത്തെ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു മായാദിവാനയുടെ ഓഡിയോ ലോഞ്ച്, വീഡിയോ ലോഞ്ച് കാണുന്നതിന് വേണ്ടിയും സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അക്ബർ ഖാനോടൊപ്പം, അക്ബർ ഖാന്റെ ഫാമിലിയോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഈ ഒരു വേൾഡ് ക്രൂവിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആഘോഷിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന 3 പേരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ മാക്രോ വില്ലയുടെയും ഫാമിലിയുടെയും അതോടൊപ്പം തന്നെ അക്ബർ ഖാന്റെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും സന്തോഷപൂർവ്വം തന്നെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു എവ്രി വൺ ഫോർ വൺസ് അഗെയിൻ കമ്മിങ് ഹിയർ. താങ്ക് യു അഗെയിൻ ആൻഡ് അഗെയിൻ. പ്ലീസ്. So all right, the waiting is over. ഇനി നമ്മൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് none other than നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ചധികം പേരെയാണ്. And that is none other than Big Boss Season 7 contestants, the very beautiful, the very talented, everyone please be here. Eres Neipuram, Apani Sharat, Anil Sabu, Shaitya, Ajay Binsi, the very beautiful Giselle Takta, ഏവരെയും ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ കൈഡിയോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. Everyone please be here.